ഞാൻ ഡോക്ടർ TP അഷ്റഫ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ കുട്ടികളുടെ വിഭാഗത്തിൽ അഡീഷണൽ പ്രൊഫസറാണ്. ഇതിനു മുമ്പ് കഴിഞ്ഞ 4 വർഷം സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു. ആദ്യമായി വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹ്യക്ഷേമ, ന്യൂനപക്ഷക്ഷേമ മേഖലകളിൽ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ബഹുമാന്യനും സമാദരണീയനുമായിരുന്ന കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിരുന്ന മർഹൂം സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങളുടെ പേരിലുള്ള ഈ ട്രസ്റ്റിന് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ആശംസകളും നേരുന്നു. ഇന്ന് അണുകുടുംബ വ്യവസ്ഥയാണ് നിലവിലുള്ളത്. പണ്ട് കൂട്ടുകുടുംബങ്ങളായിരുന്നു. പണ്ട് ഒരു കുടുംബത്തിൽ തന്നെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ അണുകുടുംബത്തിലേക്ക് പോയി. ഒരു കുടുംബത്തിൽ തന്നെ ഏറിയാൽ 1 or 2 കുട്ടികൾ. ഇന്ന് നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും കുട്ടികളുടെ റോള് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് വീട്ടിലെ ഏത് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിലും സാധനങ്ങൾ വാങ്ങുന്നതിലും ഒക്കെ കുട്ടികൾക്ക് പങ്കുണ്ട്. കുട്ടികളുടെ ശരിയായ വളർച്ചയും സ്വഭാവ രൂപീകരണവും ഏതൊരു രക്ഷിതാക്കളുടെയും ഒന്നാമത്തെ പരിഗണന അല്ലെങ്കിൽ ഒന്നാമത്തെ കൺസേണാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ കുട്ടികളെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, ഒരു കുട്ടി പിറന്നു വീഴുന്നത് 10 മാസത്തെ ഗർഭധാരണത്തിന് ശേഷമാണ്. 10 മാസമെന്ന് നമ്മൾ ആലങ്കാരികമായി പറയുമെങ്കിലും 9 ദിവസവും 9 മാസവുമായാൽ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുഞ്ഞ് ജനിക്കുന്നു. ഈ കുഞ്ഞിൻ്റെ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമ്മയുടെ മുലപ്പാലാണ്. ആദ്യത്തെ 2 വയസ്സ് വരെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ പോഷണങ്ങളും മുലപ്പാലിലുണ്ട്. ആദ്യത്തെ 2 വർഷത്തേക്കല്ല, ആദ്യത്തെ 6 മാസത്തേക്ക് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ പോഷണങ്ങളും മുലപ്പാലിലുണ്ട്. എന്നാലും 2 വർഷം വരെയെങ്കിലും കുഞ്ഞിന് നമ്മൾ മുലപ്പാൽ നൽകേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ ഒരു ഉപഭോഗ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ടിൻപാലുകളെപ്പറ്റിയും പൊടിപ്പാലുകളെപ്പറ്റിയുമൊക്കെയുള്ള ധാരാളം പരസ്യങ്ങളും മറ്റും നമുക്ക് പലപ്പോഴും കാണാൻ കഴിയാറുണ്ട്. പക്ഷേ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അഭികാമ്യമായത് മുലപ്പാൽ. ആദ്യത്തെ 6 മാസം ശരിയായ രീതിയിൽ മുലപ്പാൽ കുടിക്കുന്ന കുട്ടികൾക്ക് ശ്വാസകോശ രോഗങ്ങൾ, വയറ്റിളക്ക രോഗങ്ങൾ, തൊലിയിലുണ്ടാകുന്ന അസുഖങ്ങൾ എന്നിവ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. മുലപ്പാലിൽ കുട്ടിക്ക് വേണ്ട പോഷണത്തിന് പുറമെ തലച്ചോറിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുലപ്പാൽ കുടിക്കുന്ന കുട്ടികളുടെ ബുദ്ധിപരമായ വളർച്ച മുലപ്പാൽ കൊടുക്കാത്ത കുട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ നല്ലതായിരിക്കും. അതായത് മുലപ്പാൽ കുടിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ ബുദ്ധിയുള്ള കുട്ടികളായി മാറാനുള്ള സാധ്യത മുലപ്പാൽ കുടിക്കാത്ത കുട്ടികളെക്കാളും സാധ്യതയുണ്ട്. അതായത് മുലപ്പാൽ ശരിക്കും കുടിക്കുന്ന കുട്ടികളാണ് കൂടുതൽ ബുദ്ധിയുള്ള കുട്ടികളായിട്ട് മാറാനുള്ള സാധ്യത. ഇതുപോലെ തന്നെ മുലപ്പാൽ പലപ്പോഴും ആദ്യത്തെ പ്രസവം കഴിഞ്ഞ പല അമ്മമാർക്കും മുലപ്പാൽ കൊടുക്കുന്ന വിധം എങ്ങനെ എന്നുള്ളതിനെപ്പറ്റി ശരിയായ ധാരണയുണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് പലപ്പോഴും പാല് കുറവാണ് എന്ന് പറഞ്ഞ് പല കുപ്പിപ്പാലുകളും ടിന്ന് പാലുകളും വാങ്ങിക്കൊടുക്കുന്ന അവസ്ഥയുണ്ടാകുന്നത്. മുലപ്പാൽ ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രേരകം മുല വലിച്ചു കുടിക്കുക എന്നുള്ളതാണ്. കുഞ്ഞ് മുല വലിച്ച് കുടിക്കുമ്പോൾ മുലക്കണ്ണിന് ചുറ്റുമുള്ള ചില നാഡീഞരമ്പുകൾ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുകയും പ്രേരിപ്പിക്കപ്പെടുകയും അവ തലച്ചോറിലെത്തി ചില ഹോർമോണുകൾ രക്തത്തിലേക്ക് സ്രവിക്കുകയും ചെയ്യുമ്പോഴാണ് അമ്മക്ക് കൂടുതലായി പാലുണ്ടാകുന്നത്. അപ്പോൾ ശരിയായ രീതിയിൽ മുല കൊടുത്തു കഴിഞ്ഞാൽ ആ അമ്മക്ക് പാലിൻ്റെ കുറവുണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അതായത് കുട്ടി മുല വലിച്ചു കുടിക്കുമ്പോഴാണ് പാൽ കൂടുതലായി ചുരത്തി വരിക. പിന്നെ പലപ്പോഴും
കുട്ടികളെ മുലയൂട്ടുമ്പോൾ എങ്ങനെയാണ് മുലയൂട്ടേണ്ടത് എന്നത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കഴിയുന്നതും കിടന്ന് മുല കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം കിടന്ന് മുല കൊടുക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും പാല് കുട്ടിയുടെ ചെവിയിലേക്കോ ശ്വാസകോശത്തിലേക്കോ ആസ്പിറേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുവഴി ശ്വാസകോശ രോഗങ്ങളും അല്ലെങ്കിൽ ചെവിയിലെ പഴുപ്പും വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ശരിക്ക് ഇരുന്നു കൊണ്ടാണ് മുല കൊടുക്കേണ്ടത്. ഇരുന്നു കൊണ്ട് മുല കൊടുക്കുമ്പോൾ സാധാരണഗതിയിൽ അമ്മമാർ കുട്ടിയെ മടിയിൽ കിടത്തി കുട്ടിയിലേക്ക് കുനിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുക. അങ്ങനെയല്ല ഇരിക്കേണ്ടത്. അമ്മമാർ ഒരു കസേരയിലോ മറ്റോ അല്ലെങ്കിൽ കട്ടിലിൽ കയറിയിരുന്ന് ചുവരിൽ ചാരി കാലൊക്കെ മടക്കി വെച്ചു നമ്മുടെ ബാക്ക് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. ഈ ബാക്ക് സ്ട്രെയിറ്റ് ആക്കിയിരുന്ന് കുഞ്ഞിനെ അമ്മയിലേക്ക് അടുപ്പിച്ച് പിടിക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് അമ്മ കുഞ്ഞിലേക്കല്ല പോവേണ്ടത്, കുഞ്ഞ് അമ്മയിലേക്കാണ് വരേണ്ടത്. അപ്പോൾ ആ ഒരു പൊസിഷനിൽ തലയുടെ ഭാഗം അല്പം ഉയർത്തിപ്പിടിപ്പിച്ചുകൊണ്ട് ഈ ഒരു പൊസിഷനിൽ ഇരുന്നു കൊണ്ടാണ് മുല കൊടുക്കേണ്ടത്. പല മുലയൂട്ടുന്ന അമ്മമാരും സാധാരണയായി പറയുന്ന ഒരു പരാതിയാണ് ഊരവേദന അല്ലെങ്കിൽ ബാക്ക് ഏക്ക് ഉണ്ട് എന്നുള്ളത്. ഈ ബാക്ക് ഏക്കിനുള്ളൊരു കാരണം ശരിയായ രീതിയിൽ മുലയൂട്ടുമ്പോൾ ഇരിക്കാത്തത് കൊണ്ടാണ്. അതായത് ഇങ്ങനെ കുനിഞ്ഞിരുന്നു കൊണ്ട് മുല കൊടുക്കുമ്പോൾ ബാക്ക് ഏക്ക് അല്ലെങ്കിൽ നടുവേദന വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്നിട്ട് പലപ്പോഴും നമ്മൾ സിസേറിയന് വേണ്ടി തരിപ്പിക്കാൻ ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ടാണ് ഊരവേദന എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. പക്ഷേ യഥാർത്ഥ കാരണം മുല കൊടുക്കുമ്പോൾ ശരിയായ രീതിയിൽ ഇരിക്കാത്തതാണ്. കുട്ടികളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുലയൂട്ടൽ. അതിനെപ്പറ്റിയാണ് നമ്മൾ ഇപ്പോൾ സംസാരിച്ചത്. 2 കുട്ടികളുടെ വളർച്ചാ നാഴികക്കല്ലുകളെപ്പറ്റി സാധാരണ എല്ലാ അമ്മമാരും സാമാന്യമായ ഒരറിവ് കുട്ടിയുടെ വളർച്ചാ നാഴികക്കല്ലുകളെപ്പറ്റി നമുക്കുണ്ടാവണം. നമുക്കറിയാം, മനുഷ്യരൊഴിച്ചുള്ള മറ്റെല്ലാ ജന്തുക്കളുടെയും കുഞ്ഞുങ്ങൾ അവർ പിറന്ന ഉടനെ തന്നെ അവർ ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യും. പക്ഷേ മനുഷ്യ കുഞ്ഞുങ്ങൾ ക്രമാനുഗതമായാണ് ഓരോ വളർച്ചയുടെയും പടവുകൾ താണ്ടുന്നത്. അവൻ ജനിക്കുമ്പോൾ അവൻ്റെ കഴുത്ത് ഉറച്ചിട്ടുണ്ടാവില്ല, അവന് ഇരിക്കാൻ കഴിയില്ല, അവന് നടക്കാൻ കഴിയില്ല. ഈ വളർച്ചയുടെ നാഴികക്കല്ലുകൾ അവൻ താണ്ടുന്നത് തലച്ചോറ് വളർന്നു വരുന്നതോടുകൂടി വളരുമ്പോഴാണ്. അതായത് പൂർണ്ണ വളർച്ചയെത്താത്ത തലച്ചോറുമായാണ് ഓരോ മനുഷ്യക്കുഞ്ഞും ജനിക്കുന്നത്. നേരെ മറിച്ച് ഒരു പട്ടിക്കുഞ്ഞാവട്ടെ, പശുവിൻ്റെ കിടാവാവട്ടെ, അവരൊക്കെ അവരുടെ തലത്തിലുള്ള തലച്ചോറിൻ്റെ പൂർണ്ണ വളർച്ചയോടുകൂടിയാണ് പിറവിയെടുക്കുന്നത്. എന്നാൽ മനുഷ്യക്കുഞ്ഞുങ്ങൾ തലച്ചോറ് പൂർണ്ണ വളർച്ച എത്താതെയാണ് പിറവിയെടുക്കുന്നത്. ആദ്യത്തെ മനുഷ്യ ജീവിതത്തിൻ്റെ ആദ്യത്തെ 2 വർഷങ്ങളിലാണ് തലച്ചോർ ഏറ്റവും സ്പീഡിൽ ഏറ്റവും വേഗത്തിൽ വളരുന്നത്. അത് മനസ്സിലാക്കാൻ ഞാൻ ഒരു ഉദാഹരണം പറയാം. അതായത് ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ നമ്മൾ തലയുടെ ചുറ്റളവ് എടുക്കുകയാണെന്ന് വെച്ചാൽ 35 സെൻറ്റിമീറ്ററാണ് വരിക. 1 വയസ്സാകുമ്പോൾ അത് 45 സെൻറ്റിമീറ്റർ ആകും. പിന്നെ 2 വയസ്സാകുമ്പോൾ 48, 3 വയസ്സാകുമ്പോൾ ഒരു 49, 7 വയസ്സാകുമ്പോൾ 51, 52. നമ്മൾ വലിയ ആൾക്കാരുടെ തലച്ചോറിൻ്റെ ചുറ്റളവും 52, 53 ഉണ്ടാകും. വളരെ ചെറിയ അളവിലുള്ള വളർച്ച മാത്രമേ പിന്നീട് സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ ജനിച്ച ആദ്യത്തെ വർഷമാണ് തലച്ചോറിൻ്റെ വളർച്ച ഏറ്റവും വേഗത്തിൽ നടക്കുന്നത്. ഈ സമയത്തുണ്ടാകുന്ന അസുഖങ്ങൾ ഒക്കെ ചിലപ്പോൾ കുട്ടിയുടെ വളർച്ചാ വികാസത്തെ ബാധിച്ചേക്കാം. അതായത് ഇപ്പോൾ ഒരു 6 മാസമുള്ള കുട്ടിക്ക് തലച്ചോറിൽ പഴുപ്പ് വരികയാണെങ്കിൽ അത് തലച്ചോറിൻ്റെ വളർച്ചയെ ബാധിക്കും. അവന് കേൾവിക്ക് പ്രശ്നങ്ങൾ വരാം, അവൻ്റെ സംസാരത്തിന് പ്രശ്നങ്ങൾ വരാം, കണ്ണിന് പ്രശ്നം വരാം. അതുകൊണ്ട് തന്നെ ഇത്തരം ഇൻഫെക്ഷൻസുകൾ പ്രതിരോധിക്കുന്നതിൽ പ്രതിരോധ കുത്തിവയ്പ്പുകൾക്ക് പ്രധാനപ്പെട്ട പങ്കുണ്ട്. ഇപ്പം നമ്മുടെ ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ കീഴിൽ നടക്കുന്ന എല്ലാ പ്രതിരോധ കുത്തിവയ്പ്പുകളും കുട്ടികൾക്ക് കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാധാരണയായിട്ട് കൊടുക്കുന്ന കുത്തിവയ്പ്പുകൾ ഒന്ന് BCG എന്ന് പറഞ്ഞാൽ ക്ഷയരോഗത്തിനെതിരെയുള്ള കുത്തിവയ്പ്പാണ്. ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും അധികം ആളുകൾ മരിച്ചു കൊണ്ടിരുന്നത് ക്ഷയരോഗം മൂലമായിരുന്നു. ഒരുപാട് കാലം ക്ഷയം നമുക്ക് നിയന്ത്രണ വിധേയമാക്കിയ ഒരു രോഗമായിരുന്നു. പക്ഷേ ഇന്ന് ക്ഷയരോഗം വീണ്ടും കൂടി വരുന്നൊരവസ്ഥയാണുള്ളത്. BCG വന്ന കുട്ടികൾക്കും ചിലപ്പം ബാലക്ഷയം ഉണ്ടാകാം. പക്ഷേ ഗുരുതരമായ ക്ഷയരോഗങ്ങൾ ഒരിക്കലും ആ കുട്ടിയെ ബാധിക്കില്ല. അതായത് ക്ഷയരോഗം ചിലപ്പോൾ തലച്ചോറിനെ ബാധിക്കാം. അത്തരം രോഗങ്ങൾ ഒരിക്കലും ബാധിക്കില്ല. 2 DPT എന്ന് പറഞ്ഞാൽ ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്. ഡിഫ്തീരിയ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് കേരളത്തിലെ കഴിഞ്ഞ വർഷമൊക്കെ ഡിഫ്തീരിയയുടെ ഒരു ഔട്ട്ബ്രേക്ക് ഉണ്ടായി. ഈ ഔട്ട്ബ്രേക്കിൻ്റെ ഭാഗമായി ഏകദേശം 20ഓളം ആളുകളാണ് പല ഭാഗങ്ങളിലായിട്ട് ഡിഫ്തീരിയ ബാധിച്ച് മരിച്ചു പോയത്.
ഇപ്പോൾ ഡിഫ്തീരിയ എന്ന് പറഞ്ഞാൽ തൊണ്ടയിൽ നമ്മുടെ ടോൺസിൽ ഗ്രന്ഥിക്ക് സമീപം ഒരു വെള്ള പാട പോലുള്ള ഒരു പാട രൂപാന്തരപ്പെടുകയും അത് ക്രമേണ ശ്വാസതടസ്സമുണ്ടാക്കുകയും ചെയ്യുന്നൊരു അസുഖമാണ് ഡിഫ്തീരിയ. ചിലപ്പോൾ ഹാർട്ടിൻ്റെ മസിൽസിനെയും ഞരമ്പുകളെയും ഡിഫ്തീരിയ ബാധിക്കാം. അപ്പോൾ ഹാർട്ടിനെ ബാധിച്ചു കഴിഞ്ഞാൽ മയോകാർഡൈറ്റിസ് എന്ന് പറയും, ഹാർട്ട് ഫെയിലായി പോകും. ഞരമ്പുകളെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മസിലുകളൊക്കെ വീക്കായി പോകും. ഈ മസിലുകൾ ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രിക്കുന്ന മസിലുകൾക്കും ഈ ബാധ വന്നേക്കാം. അപ്പോൾ കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വരും, അങ്ങനെ മരണം വരെ സംഭവിക്കാം. ഇതാണ് ഡിഫ്തീരിയ എന്ന അസുഖം. പെർട്ടൂസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലൻ ചുമയാണ്. നമ്മൾ 90-ാം കുര എന്നൊക്കെ പറയുന്ന, അതായത് നീണ്ടു നിൽക്കുന്ന ഒരു ശ്വാസകോശ രോഗമാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് വില്ലൻ ചുമ ബാധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അവൻ്റെ പോഷണത്തെ അത് ബാധിക്കും, അവൻ്റെ വെയിറ്റ് കുറയും, അവന് മാൽന്യൂട്രീഷൻ വരാം, ശ്വാസകോശത്തിൻ്റെ പ്രതിരോധത്തെ അത് ബാധിക്കും. അതുകൊണ്ട് സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വരാം. അവന് നീണ്ടു നിൽക്കുന്ന ബ്രോങ്കിയക്ടാസിസ് പോലുള്ള നീണ്ടു നിൽക്കുന്ന ശ്വാസകോശ രോഗങ്ങൾക്ക് വില്ലൻ ചുമ കാരണമായേക്കാം. അപ്പോൾ DPTയിലെ രണ്ടാമത്തെ P എന്ന് പറയുന്നത് അതിനെതിരെയുള്ള വാക്സിനാണ്. ടെറ്റനസ് നമ്മളൊക്കെ സാധാരണ എടുക്കുന്നൊരു ഇഞ്ചക്ഷനാണ് ടെറ്റനസ്. കൈ മുറിഞ്ഞാലും കാല് മുറിഞ്ഞാലും പോയിസൺ ബാധിക്കുക എന്നാണ് നമ്മൾ നാടൻ ഭാഷയിൽ പറയാം, പോയിസൺ കയറാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ. അപ്പോൾ ടെറ്റനസ് എന്ന് പറഞ്ഞാൽ മുറിവുകളിലുണ്ടാകുന്ന അണുബാധ. ഈ ടെറ്റനസ് എന്ന് പറയുന്ന രോഗാണു അത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ടോക്സിൻ നമ്മുടെ ഞരമ്പുകളെ നിർജ്ജീവമാക്കുകയും അതിൻ്റെ ഫങ്ഷനെ ഇല്ലാതാക്കുകയും മസിലുകളിൽ തളർച്ച ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ മരണം വരെ സംഭവിക്കാം. അതാണ് ടെറ്റനസ്. അപ്പോൾ DPT വാക്സിൻ എന്ന ഒരു കോമ്പിനേഷൻ വാക്സിൻ കൊണ്ട് നമുക്ക് 3 രോഗങ്ങളെ പ്രതിരോധിക്കാവുന്നതാണ്. പിന്നെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വാക്സിൻ മീസൽസ് വാക്സിനാണ്. മീസൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടുകളിൽ പല പല പേരുകളിലാണ് മീസൽസ് അറിയപ്പെടുന്നത്. ചിലടത്ത് മണ്ണെന്ന് പറയും, ചിലയിടത്ത് വൈരി എന്ന് പറയും. അപ്പോൾ നല്ല പനിയും നല്ല ചുമയും കണ്ണിനൊക്കെ നല്ല ചുവപ്പ് നിറവും മേല് തുടിച്ച് പൊന്തുകയും ചെയ്യുന്ന അസുഖമാണ് മീസൽസ്. നേരത്തെ ഞാൻ ഹൂപ്പിംഗ് കഫ് പറഞ്ഞതുപോലെ മീസൽസ് ബാധിച്ച കുട്ടിക്കും പലപ്പോഴും നീണ്ടു നിൽക്കുന്ന വയറ്റിളക്ക രോഗങ്ങൾ, നീണ്ടു നിൽക്കുന്ന ശ്വാസകോശ രോഗങ്ങൾ, അതുപോലെ തന്നെ അവൻ്റെ പോഷണത്തെ ബാധിക്കുന്നത് കൊണ്ട് മാൽന്യൂട്രീഷൻ എന്നിവ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ മീസൽസ് വാക്സിൻ സാധാരണ നമ്മൾ എടുക്കുക 9 മാസം പൂർത്തിയായതിനു ശേഷമാണ്. 9 മാസം മുതൽ 1 വയസ്സിൻ്റെ ഇടയിൽ മീസൽസ് വാക്സിൻ എടുത്തിരിക്കണം. DPT BCG എടുക്കാൻ ജനിച്ച ഉടനെയാണ്. ഈ BCG ജനിച്ച ഉടനെ BCG കൊടുക്കുന്നതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ പോളിയോക്കെതിരെയുള്ള OPV വാക്സിനും അതുപോലെ തന്നെ മഞ്ഞപ്പിത്ത ബാധക്കെതിരെയുള്ള ഹെപ്പറ്റൈറ്റിസ് B വാക്സിനും അതിൻ്റെ കൂടെ നൽകുന്നുണ്ട്. പോളിയോ പറ്റി നമുക്കറിയാം. പോളിയോ വൈകല്യമുണ്ടാക്കുന്ന ഒരു അസുഖമാണ്. ഇപ്പം അത്തരം രോഗങ്ങളുടെ എണ്ണം കുറഞ്ഞത് തീർച്ചയായും ഈ വാക്സിൻ്റെ ഉപയോഗം കൂടിയത് കൊണ്ട് മാത്രമാണ്. ഈ കാലിൻ്റെ തളർച്ച അല്ലെങ്കിൽ കൈയുടെ തളർച്ച മാത്രമല്ല പോളിയോ ഉണ്ടാക്കുക. പോളിയോ ആ അക്യൂട്ട് സ്റ്റേജിൽ, അതായത് പോളിയോ ഒരു പനിയും കാര്യങ്ങളുമായിട്ടാണ് പോളിയോ തുടങ്ങുക. ആ സമയത്ത് എൻസഫലൈറ്റിസ്, അതായത് തലച്ചോറിനെ ബാധിക്കാം, മെനിഞ്ചൈറ്റിസ് തലച്ചോറിൻ്റെ കവറിങ്ങുകളെ ബാധിക്കാം. അതുകൊണ്ട് ആ സമയത്ത് മരണം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് OPV. അപ്പോൾ ജനിച്ച ഉടനെ നമ്മൾ BCG കൊടുക്കുന്നു, OPV കൊടുക്കുന്നു, ഹെപ്പറ്റൈറ്റിസ് കൊടുക്കുന്നു. പിന്നെ 6 ആഴ്ച, 10 ആഴ്ച, 14 ആഴ്ച ഇവിടെയാണ് DPT വാക്സിൻ കൊടുക്കുന്നത്. ഇപ്പം DPTയുടെ കൂടെ ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞ് തലച്ചോറിൽ പഴുപ്പുണ്ടാക്കുന്ന ഒരു രോഗാണുവിനെതിരെയുള്ള വാക്സിനും അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് Bൻ്റെ 2ാമത്തെയും 3ാമത്തെയും ഡോസ് ഇതിൻ്റെ കൂടെ കൊടുക്കുന്നു. 9 മാസം മുതൽ 12 മാസം വരെയുള്ള പ്രായത്തിൽ നമ്മൾ മീസൽസ് വാക്സിൻ കൊടുക്കുന്നു. 15ാം മാസം ഇപ്പോൾ MR വാക്സിൻ, അതായത് മീസൽസ് റുബല്ല എന്ന ഒരു രോഗം. ഇത് സാധാരണഗതിയിൽ ഒരാൾക്ക് റുബല്ല ബാധിച്ചാൽ അയാൾക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. 1-2 ദിവസത്തെ ചെറിയ പനിയേ ഉണ്ടാകും. മേലൊന്ന് പൊന്തിത്തടിച്ച് അതങ്ങോട്ട് പോകും. 2 ആഴ്ച കഴിഞ്ഞാൽ ചിലപ്പോൾ കാലിൻ്റെ മുട്ടിനൊരു വേദനയുണ്ടാകും. പക്ഷേ ഇതൊരു ഗർഭസ്ഥയായ മാതാവിന് റുബല്ല ബാധിച്ചാൽ അവളുടെ ഗർഭസ്ഥ ശിശുവിന് ഒരുപാട് വൈകല്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു അസുഖം, ഒരു രോഗാണുവാണ് റുബല്ല. ഈ കുഞ്ഞിന് വ്യത്യസ്ത തരം വൈകല്യങ്ങൾ ഉണ്ടാകുന്നതിന് നമ്മൾ പറയാം കഞ്ചനിറ്റൽ റുബല്ല സിൻഡ്രോം. ജന്മനാ തന്നെ റുബല്ല മൂലമുണ്ടായ പ്രശ്നങ്ങളുണ്ടായ കുട്ടി, അതാണ് അതിൻ്റെ മലയാളം. ഈ വൈകല്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കേൾവിക്കുറവാണ്. കുഞ്ഞിന് കേൾവിക്കുറവുണ്ടാവാം. കുഞ്ഞിന് ജന്മനാ തന്നെ നമുക്കറിയാം തിമിരം അഥവാ കാട്രാക്റ്റ് സാധാരണ നമ്മൾ വലിയ ആളുകളിലാണ് കേൾക്കൽ. പക്ഷേ അമ്മയ്ക്ക് റുബല്ല ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗർഭസ്ഥ ശിശുവിന് ചിലപ്പോൾ കാട്രാക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത, കാട്രാക്റ്റ് മൂലം കാഴ്ചക്കുറവുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്.
അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കുഞ്ഞ് സാധാരണ ഒരു കുഞ്ഞ് ജനിച്ചാൽ നമ്മുടെ തലയുടെ ചുറ്റളവ് എടുത്താൽ 35 സെൻറ്റിമീറ്ററാണ് ഉണ്ടാവുക. പക്ഷേ ഈ കുഞ്ഞിൻ്റെ റുബല്ല അമ്മയ്ക്കുണ്ടെങ്കിൽ, കുഞ്ഞിന് റുബല്ല ബാധിച്ചിട്ടുണ്ടെങ്കിൽ, ഗർഭസ്ഥാവസ്ഥയിൽ റുബല്ല ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ ചുറ്റളവ് കുറവായിരിക്കും. ഒരു 32 സെൻറ്റിമീറ്ററൊക്കെ ആയിരിക്കും പല കേസുകളിലും ഉണ്ടാവുക. ആ കുഞ്ഞിന് ബുദ്ധിപരമായ വൈകല്യം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ അത്തരം കുട്ടികളുടെ ഹാർട്ടിൽ സുഷിരങ്ങളുണ്ടാവാം. അതായത് നമുക്കറിയാം, ഹാർട്ടിൽ 4 അറകളും 2 വലിയ രക്തധമനികളുമാണ് ഹാർട്ടിനുള്ളത്. ഈ 4 അറകളിൽ വലത് ഭാഗത്തെ അറകളിൽ അശുദ്ധ രക്തവും ഇടത് ഭാഗത്തെ അറകളിൽ ശുദ്ധരക്തവുമാണുള്ളത്. ഈ അശുദ്ധ രക്തം ശ്വാസകോശത്തിലേക്ക് ശുദ്ധീകരണത്തിനായി അയക്കുന്ന വലിയ രക്തധമനിയെയാണ് നമ്മൾ പൾമണറി ആർട്ടറി എന്ന് വിളിക്കുക. അതുപോലെ തന്നെ ശുദ്ധരക്തം ഇടത് ഭാഗത്തു നിന്ന് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തിക്കുന്ന വലിയ രക്തധമനിയെ നമ്മൾ അയോട്ട എന്നാണ് വിളിക്കുക. ഈ അയോട്ടയും പൾമണറി ആർട്ടറിയും തമ്മിൽ അനാവശ്യമായ ഒരു കണക്ഷൻ, ഒരു ബൈപ്പാസ് കിടക്കും. അതിനെയാണ് പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ് എന്ന് പറയുക. ഇത്തരം റുബല്ല അമ്മയ്ക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഗർഭസ്ഥ ശിശുവിന് വരുന്ന ഒരു രോഗമാണ്. അപ്പോൾ ഈ MR വാക്സിന് 50 രൂപ പോലും ഇല്ല. അപ്പോൾ 50 രൂപയിൽ താഴെ ഉള്ള ഒരു വാക്സിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞിൽ ഒരുപാട് വൈകല്യങ്ങളും ഒരുപാട് ചികിത്സകളുമാണ് തടയാൻ പറ്റുന്നത്. ഇപ്പോൾ കേൾവിക്കുറവുണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടിക്ക് കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യേണ്ടി വരും. 5 ലക്ഷം രൂപയാണ് ചുരുങ്ങിയത് കോക്ലിയർ ഇംപ്ലാന്റിൻ്റെ ചിലവ്. പിന്നെ സ്പീച്ച് തെറാപ്പിയും ആശുപത്രിയുമായിട്ടൊരു 2 വർഷം എല്ലാ ആഴ്ചയിലും 2 ദിവസം കുട്ടിയെ സ്പീച്ച് തെറാപ്പിക്ക് കൊണ്ടുപോകേണ്ടി വരും. അതുപോലെ തന്നെ കാട്രാക്റ്റിൻ്റെ സർജറി, ഈ ഹാർട്ടിൻ്റെ PDA സർജറി ചെയ്യണമെങ്കിൽ അതിനും 1 ലക്ഷം രൂപ അടുത്ത് ചിലവ് വരും. പിന്നെ കുട്ടിക്ക് ബുദ്ധിപരമായ വൈകല്യമുണ്ടെങ്കിൽ അത് ആ കുടുംബത്തിന് എന്നും ഒരു ഭാരമായി മാറാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് റുബല്ല വാക്സിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഇത്തരം കുത്തിവെപ്പുകളെപ്പറ്റി ഒരുപാട് അപവാദ പ്രചരണങ്ങൾ പല ഭാഗത്തു നിന്നും നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അത് ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കി കുട്ടികളുടെ വളർച്ചയ്ക്കും കുട്ടികളുടെ രോഗപ്രതിരോധത്തിനും ഇത്തരം കുത്തിവെപ്പുകൾ ആവശ്യമാണ് എന്ന് നമ്മൾ രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ഒരു ചെറിയ കുഞ്ഞ് പ്രസവിച്ച് കുഞ്ഞ് വളർന്നു വരുമ്പോൾ വളർച്ചയുടെ നാഴികക്കല്ലുകൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ സെറിബ്രൽ പാൾസി, മെൻ്റൽ റിട്ടാർഡേഷൻ, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി മുതലായ ന്യൂറോ ഡീജനറേറ്റീവ് അസുഖങ്ങൾ എന്ന് പറയും. ന്യൂറോ ഡെവലപ്മെൻ്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയും. അതായത് നാഡീനരമ്പുകളുടെ പ്രവർത്തനങ്ങളിൽ പ്രശ്നങ്ങളുണ്ടായി കുട്ടിയുടെ വളർച്ചയെ ബാധിക്കുന്ന അസുഖങ്ങൾ. ഇവയുടെ ഏതെങ്കിലും ലക്ഷണങ്ങൾ കുട്ടിയിൽ പ്രകടമാവുന്നുണ്ടോ എന്ന് ഓരോ മാതാവും ഓരോ പിതാവും നിരീക്ഷിക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ഒരു കുട്ടി ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി, അല്ലെങ്കിൽ അമ്മയുടെയോ അച്ഛൻ്റെയോ കുടുംബക്കാരുടെയോ മുഖത്ത് നോക്കി ചിരിക്കാൻ തുടങ്ങുക ഒരു 4 ആഴ്ച 6 ആഴ്ച പ്രായമുള്ളപ്പോഴാണ്. ഒരു കുട്ടി 3 മാസമായിട്ടും ചിരിക്കുന്നില്ലെങ്കിൽ അവൻ എന്തെങ്കിലും വളർച്ചാ വൈകല്യമുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. അതുപോലെ കുട്ടിയുടെ കഴുത്ത് ഉടക്കുക 4 5 മാസമാകുമ്പോൾ കുട്ടിയുടെ കഴുത്ത് ഉടച്ചിരിക്കണം. അപ്പോൾ കഴുത്ത് ഉടച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു വിദഗ്ധരായ ഡോക്ടറുടെ സഹായം തേടുന്നുണ്ട്. കുട്ടിയുടെ കഴുത്ത് 6 മാസമായിട്ട് ഉടച്ചിട്ടില്ല, അവൻ്റെ പ്രശ്നങ്ങളും ഉണ്ടോ. അതുപോലെ തന്നെ കുട്ടി ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പാത്രങ്ങൾ നിലത്ത് വീഴുമ്പോൾ അല്ലെങ്കിൽ വാതിലടക്കുമ്പോഴൊക്കെ ശബ്ദം കേൾക്കുമ്പോൾ കുട്ടികൾ ഞെട്ടും. അപ്പോൾ ഒരു കുട്ടി ഞെട്ടുന്നില്ല, അതിന് കേൾവി തകരാറുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മളതിന് സഹായം തേടണം. ഈ കേൾവി തകരാറിൻ്റെ കാര്യം പറയുമ്പോൾ ശരിക്ക് ഒരു പ്രിവെൻറ്റബിൾ ഡിസബിലിറ്റിയാണ് കേൾവിക്കുറവ്. അതായത് നേരത്തെ ജനിച്ച ഉടനെ കണ്ടുപിടിക്കുകയും ആവശ്യമായ ഇടപെടലുകൾ നടത്തിയാൽ 99% കേസുകളിലും പരിഹരിക്കാവുന്ന ഒരു കാര്യമാണ് കേൾവി തകരാറ്. ഇന്ന് കേൾവി തകരാറുണ്ടോയെന്ന് നേരത്തെ കണ്ടുപിടിക്കാനുള്ള സ്ക്രീനിങ് സംവിധാനങ്ങൾ എല്ലാ ആശുപത്രികളിലും ലഭ്യമാണ്. അതായത് നവജാത ശിശുവിൻ്റെ ചെവിയുടെ അടുത്ത് ഒരു ടോർച്ച് പോലുള്ള ചെറിയൊരു ഉപകരണം പിടിച്ചാൽ അവന് തകരാറുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതായത് ഓട്ടോ അക്വസ്റ്റിക് എമിഷൻ എന്നാണ് അതിന് പറയുക. അപ്പോൾ ഓട്ടോ അക്വസ്റ്റിക് എമിഷൻ പാസ്സായി കഴിഞ്ഞാൽ അവന് കേൾവി തകരാറുണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അത് ഫെയിൽ കാണിക്കുക എന്ന് വെച്ചാൽ നമ്മൾ 6 ആഴ്ച ആകുമ്പോൾ വീണ്ടും ഒന്ന് നോക്കും. അതും ഫെയിലാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കേൾവി പരിശോധനകൾക്ക് കുട്ടിയെ വിധേയമാക്കുകയും എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ നമ്മൾ 6 മാസത്തിൻ്റെ മുമ്പ് തന്നെ അവന് ഹിയറിംഗ് എയ്ഡ് കൊടുക്കുകയും ചെയ്യും. ഹിയറിംഗ് എയ്ഡ് കൊടുത്ത് ഒരു 6 മാസം കഴിഞ്ഞ് സ്പീച്ച് തെറാപ്പി കൊടുത്തിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലെങ്കിൽ കോക്ലിയർ ഇംപ്ലാന്റേഷൻ അടക്കമുള്ള സംവിധാനങ്ങൾ ഇന്ന് സർക്കാർ സാധാരണക്കാരന് സൗജന്യമായി നൽകുന്നുണ്ട്. സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവർക്ക് അതിനുള്ള സൗകര്യങ്ങളും ഇന്ന് കേരളത്തിൽ ലഭ്യമാണ്. പലപ്പോഴും കേൾവി തകരാറ് കുട്ടികൾ വർത്തമാനം പറയാതിരിക്കുമ്പോഴാണ് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. അപ്പോഴത്തേക്ക് 1 വയസ്സായിരിക്കും.
1 വയസ്സാകുമ്പോൾ തലച്ചോറിൻ്റെ വളർച്ച കുറേയും കൂടി എത്തിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ കുറവായിരിക്കും. നേരെ മറിച്ച് നവജാത ശിശുവിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും നേരത്തെ ഇടപെടുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ 99%, ഒരുപക്ഷെ 100% തന്നെ ആ കാര്യങ്ങൾ പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിലുണ്ട്. അപ്പോൾ കുട്ടിയുടെ വളർച്ചയെ പറ്റിയാണ് ഞാൻ ഒന്നുകൂടി സൂചിപ്പിക്കുന്നത്. കുട്ടി ഒരു 3 മാസമായിട്ടും മുഖത്ത് നോക്കി ചിരിച്ചില്ലെങ്കിൽ, ഒരു 6 മാസമായിട്ടും കുട്ടി ഇരിക്കുന്നില്ലെങ്കിൽ കുട്ടിയുടെ വളർച്ചയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം. വളർച്ചയ്ക്ക് പ്രശ്നമുണ്ട് എന്നല്ല പറയുന്നത്. അതൊരു വിദഗ്ധ ഡോക്ടറുമായി ചർച്ച ചെയ്തുകൊണ്ട് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ കുട്ടികളുടെ വളർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. ഒന്ന്, മുലപ്പാലിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി. ഇപ്പം മുലപ്പാൽ അമൃതിന് തുല്യമാണ്. ഒരു കുട്ടിക്ക് ഏറ്റവും ആവശ്യമായത് അമ്മയുടെ മുലപ്പാലാണ്, മൃഗങ്ങളുടെ പാലോ അല്ല, നമ്മുടെ ആർട്ടിഫിഷ്യൽ മിൽക്കുകളോ അല്ല. പിന്നെ രണ്ടാമത്, പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ പ്രാധാന്യത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി. മൂന്നാമതായി, കുട്ടികൾക്ക് വളർച്ചയുടെ നാഴികക്കല്ലുകളിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന് ശ്രദ്ധിച്ച് നേരത്തെ തന്നെ അത് വിദഗ്ധരായ ഡോക്ടർമാരുമായി ചർച്ച ചെയ്ത് മുന്നോട്ട് പോകണം. ഇത്തരമൊരു അവസരം തന്ന ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾക്ക് ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.